എല്ലാവർക്കും വിജീസ് ഡൈനിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണക്ക നെത്തോലി തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള എന്നാൽ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഉണക്ക നെത്തോലി തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഉണക്ക നെത്തോലി തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം വേണ്ടത് നെത്തോലിയാണ്, ഉണക്ക നെത്തോലി. ഞാനിവിടെ 200 ഗ്രാം ഉണക്ക നെത്തോലി എടുത്തിട്ടുണ്ട്. അത് ആദ്യം 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അത് നമുക്ക് കിട്ടുന്ന നെത്തോലിയുടെ ഉണക്കിനനുസരിച്ചിരിക്കും. ഉണക്ക് കൂടുതലാണെങ്കിൽ കുറച്ചധികം സമയം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ തലയും ഉള്ളിലുള്ള മുള്ളും എല്ലാം നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റൂ. അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉണക്ക നെത്തോലിയാണിത്. ഇനി ഇതിൻ്റെ തലയും വാലും കളഞ്ഞ് രണ്ടായി കീറി ഉള്ളിലുള്ള മുള്ള് കളയണം. അതിനുശേഷം നന്നായി കഴുകി, ചിലപ്പോൾ മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട്, വൃത്തിയായി കഴുകിയെടുക്കണം. ഒരു 6-7 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നന്നായി കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നല്ല സ്വാദുള്ള തോരനാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ആകെ ടൈം എടുക്കുന്നത് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് മാത്രമാണ്. ഞാനിന്ന് ചട്ടിയിലാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഉണക്ക നെത്തോലി ഈ ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ നെത്തോലിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. നെത്തോലിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. എന്നാലും ഏകദേശം ഒരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഉണക്ക നെത്തോലി അപ്പം നല്ല സോഫ്റ്റ് ആകും. പിന്നെ 10 മുതൽ 15 മിനിറ്റ് വരെ പറഞ്ഞത് ചിലപ്പോൾ നെത്തോലിക്ക് ഉണക്ക് കുറവാണെങ്കിൽ 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. അങ്ങനെ വെന്ത് അതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചില നെത്തോലിക്ക് ഉണക്ക് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ തോരന് ടേസ്റ്റ് ഉണ്ടാവൂ. ഇനി അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നെത്തോലിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഈ ഉണക്ക നെത്തോലി നന്നായി വേവിച്ചെടുക്കാം. നെത്തോലി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നെത്തോലി തോരന് സാധാരണ തോരനേക്കാൾ അരപ്പ് കുറച്ച് കൂടുതൽ വേണം, എരിവും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവിയത്, അല്ലെങ്കിൽ 3 പിടി തേങ്ങ, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു ചെറിയ പീസ് പുളി, പിന്നെ കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. എപ്പോഴും പറയുന്നത് പോലെ പുളിയും എരിവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും പുളിയുടെ പുളിപ്പനുസരിച്ചും മാറ്റം വരാം. ഈ സമയം കൊണ്ട് നെത്തോലി നല്ല വെന്ത് വെള്ളമെല്ലാം വറ്റി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ അരച്ച മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പുളി അരച്ചിട്ടുണ്ട്. പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. നേരത്തെ നെത്തോലി വേവിക്കാൻ വെച്ചിരുന്നപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഈ അരപ്പിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പും നെത്തോലിയും എല്ലാം നല്ല മിക്സായി കിട്ടും. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെറിയ തീയിൽ 5 മിനിറ്റ് വെച്ചിരുന്നപ്പോൾ അതിൽ നിന്ന് ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത നെത്തോലിയുടെ അളവിനനുസരിച്ചാണ് തേങ്ങ, മുളക് പൊടി, ഉള്ളി ഇവയുടെയൊക്കെ അളവ് പറഞ്ഞത്. ഞാൻ 200 ഗ്രാം നെത്തോലി മുള്ളെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ ഏകദേശം ഒരു കൈപ്പിടി നിറയെ ഉണ്ടായിരുന്നു. അതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് അരപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്തണം. പിന്നെ പുളിയും എരിവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും പുളിയുടെ പുളിപ്പനുസരിച്ചും മാറ്റം വരാം. എന്തൊക്കെ ഈ തോരനിൽ ചേർക്കണം, പിന്നെ എങ്ങനെ തോരൻ തയ്യാറാക്കാം, ഈ രീതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തോരനിലെ വെള്ളമെല്ലാം വറ്റി
നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ്, പുളി, എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി ഡ്രൈ ആയിരിക്കണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അരപ്പും നെത്തോലിയും എല്ലാം നന്നായിട്ട് വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഇനി അവസാനമായി ഈ കറിക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട് ലാസ്റ്റ് കറിയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതിയെന്ന്. പക്ഷേ ഈ കറിക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് സ്വാദ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഇങ്ങനെ ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ആ ചട്ടിയുടെ ചൂടിൽ കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കാം. വിളമ്പുന്ന സമയത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഉണക്ക നെത്തോലി തോരൻ റെഡിയായി. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.